നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 8, 2025 ബുധൻ. അങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ച നമ്മുടെ മാർക്കറ്റിൻ്റെ നേട്ടം ഇന്ന് ഒരാഴ്ചകൾക്ക് ശേഷം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങി പ്രധാനമായും 4 ഘടകങ്ങളാണ് തുടർച്ചയായി 4 ട്രേഡിംഗ് സെക്ഷൻ ഉണ്ടായ നേട്ടത്തിനു ശേഷം ഇന്ന് നഷ്ടത്തോടുകൂടി നമ്മുടെ മാർക്കറ്റിനെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. എങ്കിലും മാർക്കറ്റ് ഓപ്പണായി ഉടനടി തന്നെ ശക്തമായ ഉയർച്ചയും മാർക്കറ്റിൽ അനുഭവപ്പെടുകയുണ്ടായി. തൽഫലമായി രാവിലെ 9:40 തന്നെ നിഫ്റ്റിക്ക് അതിൻ്റെ ഡേ ഹൈ ആയ 25,192 എന്ന ലെവലിൽ നിന്നും റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തുടർന്ന് മാർക്കറ്റിൽ സഡൻ ഫോൾ ഉണ്ടായെങ്കിൽ കൂടിയിട്ടും ഉച്ചയ്ക്ക് 12:20 നിഫ്റ്റി ഇന്ന് അതിൻ്റെ ഡേ ലോയായ 25,008 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ടും എടുക്കുവാൻ സാധിക്കുകയുണ്ടായി. പിന്നീട് മാർക്കറ്റിന് ചെറിയ തോതിലാണെങ്കിലും റിക്കവറി നടത്തുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും അത് നിലനിർത്തുവാനായില്ല. തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് 62 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,046 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡൗൺ സൈഡിലേക്ക് 25,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് ലൈൻ കീപ്പ് ചെയ്യുവാനും സാധിക്കുകയുണ്ടായി. അതേസമയം ഇന്ന് സെൻസെക്സിന് 153 പോയിന്റുകളുടെ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 221 പോയിന്റുകളുടെ നഷ്ടവും ഫിൻനിഫ്റ്റിക്ക് 120 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. NSEയിൽ ഇന്ന് ആകെ 1,160 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. അതേസമയം 1,639 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ബോർഡർ മാർക്കറ്റ്സുകളുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായി 3 ട്രേഡിംഗ് സെക്ഷനായിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കാണുവാൻ സാധിച്ചതെങ്കിൽ ഇന്ന് BSE മിഡ് ക്യാപ്പിനും ഗ്രിപ്പ് നഷ്ടപ്പെടുകയുണ്ടായി. തൽഫലമായി 0.7% നഷ്ടം നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും BSE സ്മോൾ ക്യാപ്പിൻ്റെ ഇടിവ് തുടർന്നതിൻ്റെ ഫലമായിട്ട് 0.4% ഇടിവ് ഇന്നും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് IT ഒഴികെ ബാക്കി എല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ടെലകോം, ഫാർമ, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, മീഡിയ, PSU ബാങ്ക്, ഓട്ടോ തുടങ്ങിയ സെക്ടറുകൾ 0.3% മുതൽ 2% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ടാറ്റ മോട്ടോഴ്സ്, അൾട്രാടെക് സിമെൻറ്റ്, ജിയോ ഫിനാൻഷ്യൽ, ONGC, NTPC തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ടൈറ്റാൻ കമ്പനി, ഇൻഫോസിസ്, TCS, ടെക് മഹേന്ദ്ര, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നേട്ടവും കൈവരിക്കുവാനായി. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 1 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് ഫ്ലാറ്റായിട്ടുള്ള ക്ലോസിംഗ് ആണ് നടത്തുകയുണ്ടായത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തിലേക്ക് നയിച്ച 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രത്യേകിച്ച് ഇന്ന് ബാങ്കിങ്, ഓട്ടോ, FMCG, റിയാലിറ്റി തുടങ്ങിയ മേഖലകളിൽ അതിശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ദൃശ്യമായിരുന്നു. മാത്രമല്ല തുടർച്ചയായി 6 ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് ബാങ്ക് നിഫ്റ്റിക്ക് 3%-ലേറെ നേട്ടവും കൈവരിക്കുവാനായി. അതിനെ തുടർന്ന് ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിൽ ആകെ ഫെഡറൽ ബാങ്കിനും ബാങ്ക് ഓഫ് ബറോഡയ്ക്കും AU സ്മോൾ ഫൈനാൻസ് ബാങ്കിനും മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചുള്ളൂ. IDFC ഫസ്റ്റ് ബാങ്ക് ഒഴികെ ബാക്കി എല്ലാ ലീഡിംഗ് ആയ ബാങ്കിങ് സ്റ്റോക്കുകളും ഇന്ന് നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. കൂടാതെ ഇന്ന് നിഫ്റ്റി FMCGക്ക് 274 പോയിന്റുകളുടെ നഷ്ടമാണ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായത്. മാത്രമല്ല ഇന്ന് FMCG ഇൻഡെക്സിൽ നെസ്ലെ ഇന്ത്യ, പതഞ്ജലി ഫുഡ്സ്, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ 3 സ്റ്റോക്കുകളെ ഒഴിച്ചു നിർത്തിയാൽ ഇൻഡെക്സിലെ ബാക്കി എല്ലാ സ്റ്റോക്കുകളും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. അതുകൂടാതെ ഇന്ന് ഇടിവ് നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് നിഫ്റ്റി ഓട്ടോ. 411 പോയിന്റുകളുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 1.5%-ലേറെ ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് നിഫ്റ്റി ഓട്ടോയിൽ
MRFും ബാലകൃഷ്ണ ഇൻഡസ്ട്രീസും ഒഴികെ ബാക്കി എല്ലാ ഇൻഡെക്സ് സ്റ്റോക്സും നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതേ ട്രെൻഡ് തന്നെയാണ് ഇന്ന് നിഫ്റ്റി റിയാലിറ്റിയിലും കാണുവാനായിട്ട് സാധിക്കുക. 1.8% ഇടിവാണ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് നിഫ്റ്റി റിയാലിറ്റിക്ക് സിംഗിൾ ഡേയിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരികയുണ്ടായത്. മാത്രമല്ല നിഫ്റ്റി റിയാലിറ്റിയിലെ എല്ലാ സ്റ്റോക്സുകളും ഇന്ന് നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. ഒരാഴ്ചയിലേറെ കാലമായി നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് നെഗറ്റീവിലേക്ക് മാറിയതാണ് രണ്ടാമതായി നമ്മുടെ മാർക്കറ്റിനെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെ US മാർക്കറ്റിൽ നാസ്ഡാക്കിന് ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും അത് നിലനിർത്തുവാനായില്ല. തൽഫലമായി S&P 500ഉം നാസ്ഡാക്കൊക്കെ നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചതും ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ചൈനീസ് മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നതും അവസാനിപ്പിച്ചതും നമ്മുടെ മാർക്കറ്റിനെയും അത് മോശമായി ബാധിക്കാനിടയായി. ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടായ അതിശക്തമായ ഉയർച്ച തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ ആഴ്ചയിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ 3 മാസത്തെ ഏറ്റവും വലിയ ഇടിവ് 6% നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. എന്നാൽ ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷൻ്റെ പല ഘട്ടങ്ങളിലും ബ്രന്റ് ക്രൂഡിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ 1.5% ഉയർച്ച നേരിടേണ്ടി വന്നതും നമ്മുടെ മാർക്കറ്റിന് മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിനെയും മോശമായിട്ട് ബാധിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ചയാണ് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ നാലാമത്തെ പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ഇന്ത്യ വിക്സിൽ 3% ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. മാത്രമല്ല 2.5% ഉയർച്ചയോടുകൂടി തന്നെയാണ് ഇന്ത്യ വിക്സും ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ച നമ്മുടെ മാർക്കറ്റിനെയും നെഗറ്റീവായിട്ട് ബാധിക്കുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അഡ്വാൻസ് അഗ്രോ ലൈഫ് ഇന്ന് IPO NSE പ്ലാറ്റ്ഫോമിൽ 14% പ്രീമിയത്തിൻ്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഓം ഫ്രൈറ്റ് ഫോർവേഡ്സ് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 40% നഷ്ടത്തോടു കൂടിയിട്ടാണ് BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത്. തിലക് നഗർ ഇൻഡസ്ട്രീസ് 4150 കോടി രൂപ മുടക്കിക്കൊണ്ട് ഇംപീരിയൽ ബ്ലൂ വിസ്കിയെ ഏറ്റെടുക്കുവാനുള്ള അനുമതി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. IREDA കമ്പനിയുടെ Q2 റിസൾട്ടിന്റെ അപ്രൂവലുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 14, 2025 ബോർഡ് മീറ്റിംഗ് വിളിച്ചതായിട്ടുള്ള വാർത്തകൾ. ചീര ഹാരിയേറ്റ് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 20% നഷ്ടത്തോടു കൂടിയിട്ടാണ് BSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത്. HDB ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡിവിഡൻഡ് നൽകുവാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ടും മാത്രമല്ല Q2 റിസൾട്ടുകളുടെ അപ്രൂവലിന് വേണ്ടിയിട്ടും ബുധനാഴ്ച ഒക്ടോബർ 15, 2025 ബോർഡ് മീറ്റിംഗ് വിളിച്ചതായിട്ടുള്ള വാർത്തകൾ. ഷീൽ ബയോടെക് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 44% പ്രീമിയത്തിൻ്റെ നേട്ടത്തോടുകൂടി NSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.